നമസ്കാരം. ഗ്രാമീയ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഓൺലൈൻ ഓഹരി വ്യാപാരത്തിന്റെ മറവിൽ 78 ലക്ഷം തട്ടിയ കേസിൽ തൃപ്രയാർ സ്വദേശിയുൾപ്പെടെ 3 പേർ അറസ്റ്റിൽ. എടമുട്ടം SNS സമാജം ശ്രീ ഭദ്രാചല സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലെ തൈപ്പൂയ മഹോത്സവത്തിന് കൊടിയേറി. കഴിമ്പ്രം വാലിപ്പറമ്പിൽ ശ്രീ അന്നപൂർണ ക്ഷേത്രത്തിൽ മോഷണം. വാർത്തകൾ തുടരുന്നു. ഓൺലൈൻ ഓഹരി വ്യാപാരത്തിന്റെ പേരിൽ വയോധികനിൽ നിന്ന് 78 ലക്ഷം രൂപ തട്ടിയ കേസിൽ 3 പേരെ പിടികൂടി. വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ചേർത്ത് പണം തട്ടിയെടുത്ത കേസിലെ പ്രതികളായ കാരളം വെള്ളാനി കായംപുറത്ത് വീട്ടിൽ ആഗ്നേയ് പ്രസാദ്, നാട്ടിക പണിക്കശ്ശേരി എടക്കാട്ട് വീട്ടിൽ സുധീഷ്, തൃപ്രയാർ പുന്നപ്പള്ളി വീട്ടിൽ കാർത്തിക് എന്നിവരെയാണ് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത്. 2025 നവംബർ 3 മുതൽ ഈ വർഷം ജനുവരി 9 വരെയാണ് പണം നഷ്ടപ്പെട്ടത്. പ്രൈമറി ഡിമാൻഡ് ട്രേഡിംഗ് എന്ന പേരിൽ വാട്സ്ആപ്പ് ആപ്പിലൂടെ സന്ദേശങ്ങൾ അയച്ചായിരുന്നു തട്ടിപ്പിന്റെ തുടക്കം. തുടർന്ന് വ്യാജ സ്റ്റോക്ക് മാർക്കറ്റ് ട്രേഡിംഗ് ഗ്രൂപ്പിൽ അംഗമാക്കി. വിപണിയിലെ പ്രൈമറി ട്രേഡിംഗിൽ പങ്കെടുത്താൽ വലിയ ലാഭം കിട്ടുമെന്ന് വിശ്വസിപ്പിച്ച് പ്രതികൾ നൽകിയ ലിങ്ക് വഴി NB ട്രേഡ് എന്ന ഒരു പ്രത്യേക മൊബൈൽ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യിച്ചു. ആപ്പിലെ വ്യാജ കണക്കുകൾ കണ്ടു വിശ്വസിച്ച പരാതിക്കാരൻ 78,22,10 രൂപ പ്രതികൾ നിർദ്ദേശിച്ച വിവിധ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് നൽകി. പണം തിരികെ ലഭിക്കാതെ വന്നതോടെയാണ് തട്ടിപ്പ് തിരിച്ചറിഞ്ഞതും പോലീസിൽ പരാതി നൽകിയതും. സൈബർ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ PS സുജിത്, സബ് ഇൻസ്പെക്ടർമാരായ ആൽബി തോമസ് വർക്കി, PT ആന്റണി, CPO VS അജിത്, അനന്തു എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്. എടമുട്ടം SNS സമാജം ശ്രീ ഭദ്രാചല സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലെ തൈപ്പൂയ മഹോത്സവത്തിന് ക്ഷേത്രം തന്ത്രി നാരായണൻകുട്ടി ശാന്തിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ കൊടിയേറി. आपोहिष्ठामयो भुवस्तान ऊर्जे ददातन महेरनाय चक्षसे यो वशिवतमोरसस्तस्य भाजय देहन कुशगीरिवमातर तस्मा अरङ्गमामवो यस्य क्षयाय जिन्वद आवो जनयदादन शन्नो देवीरभिक्तय आवो भवन्तु वीदये शम्योरभिस्रवन्तु न ईशानां वाद्यानां शयन्ति चर्षणीनाम् आहो याचामि भेषजम् अप्सु मे सोमो अब्रवीदन्तर्विश्वानि भेषजम् अग्निश्च विश्वशम्भुवम् आवप्रणीत भेषजम् वरूदं तन्वे मम क्षोक्ष सूर्यं दृशे കൊടിയേറ്റത്തിനോടനുബന്ധിച്ച് ചോലയിൽ പീതാംബരൻ, രാധാ പീതാംബരൻ എന്നിവരുടെ സ്മരണയ്ക്ക് മക്കൾ നാഴികമണി സമർപ്പിച്ചു. തൈപ്പൂയ മഹോത്സവത്തിനോടനുബന്ധിച്ച് മധുശക്തി ധരപണിക്കർ കലവറ സമർപ്പണം നടത്തി. തുടർന്ന് വർണ്ണമഴ നടന്നു. ഭഗവാന്റെ ഉടയാടകൾ സൂക്ഷിക്കുന്നതിനും പള്ളിയുറക്കത്തിനു ആവശ്യമായ കട്ടിൽ, ഗുരുദേവൻ സ്ഥാപിച്ച വേലിനുള്ള പീഠം എന്നിവ ശ്രീ മധുശക്തിധര പണിക്കർ സമർപ്പിച്ചു. ക്ഷേത്ര മേൽശാന്തി സന്ദീപ് ശാന്തി, ബിജു നാരായണൻകുട്ടി ശാന്തി, സമാജം പ്രസിഡന്റ് അതുല്യ ഘോഷ് വെട്ടിയാട്ടിൽ, സമാജം സെക്രട്ടറി രാജേഷ് വേളേക്കാട്ട്, സമാജം ഖജാൻജി സുമോദ് എരണേഴത്ത്, സമാജം വൈസ് പ്രസിഡന്റ് ജിതൻ ചോലയിൽ,
സമാജം മുൻ പ്രസിഡന്റ് സുനിൽകുമാർ അരയംപറമ്പിൽ, ജോയിന്റ് സെക്രട്ടറിമാരായ ജിതേഷ് കാരയിൽ, രഞ്ജൻ എരുമത്തുരുത്തി, ബാബുരാജ് വാലിപ്പറമ്പിൽ, ജിജിൻ മച്ചിങ്ങൽ എന്നിവർ നേതൃത്വം നൽകി. വാടാനപ്പള്ളി സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് ദേവാലയത്തിലെ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ തിരുനാൾ ഭക്തിനിർഭരമായി ആഘോഷിച്ചു. തിരുനാൾ ദിനം രാവിലെ 10 നടത്തിയ ആഘോഷമായ തിരുനാൾ പാട്ട് കുർബാനയ്ക്ക് ഫാദർ അമൽ ചാഴൂർ മുഖ്യ കാർമ്മികനായി. ഫാദർ ജോസഫ് ബ്രഹ്മകുളം തിരുനാൾ സന്ദേശം നൽകി. വൈകിട്ട് 4:30 നടത്തിയ വിശുദ്ധ കുർബാനയ്ക്ക് ഫാദർ ഡോക്ടർ സേവ്യർ ക്രിസ്റ്റി പള്ളിക്കുന്നത്ത് കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് തിരുനാൾ പ്രദക്ഷിണവും നടത്തി. രാത്രി 7-ന് കൊച്ചിൻ കലാഭവൻ അവതരിപ്പിച്ച ഗാനമേളയും ഉണ്ടായിരുന്നു. ചടങ്ങുകൾക്ക് വികാരി ഫാദർ ഏബിൾ ചിറമ്മൽ, ജനറൽ കൺവീനർ ആന്റണി പെരുമാടൻ, കൈക്കാരന്മാരായ ജോസഫ് പള്ളിക്കുന്നത്ത്, PTJ ഫ്രാൻസിസ്, KA ഫ്രെഡി എന്നിവർ നേതൃത്വം നൽകി. ഗാന്ധി സ്മൃതി ദിനത്തിൽ നാട്ടിൽ നിന്നൊരു നല്ല കാഴ്ച. പൂരങ്ങൾക്ക് ശേഷം അവശേഷിച്ച മാലിന്യങ്ങൾ വൃത്തിയാക്കി നവഭാരത് ക്ലബ്ബ് പ്രവർത്തകർ മാതൃകയായി. പൂരങ്ങൾക്കും ആഘോഷങ്ങൾക്കും ശേഷം അവശേഷിച്ച പോപ്പറിൽ നിന്നുള്ള ചെറുകടലാസുകളും വർണ്ണ പേപ്പറുകളും മറ്റു തോരണങ്ങളും കൊണ്ട് അന്തിക്കാട് സെന്റർ അലങ്കോലമായിരുന്നു. പൊതുജനങ്ങൾക്കും കടക്കാർക്കും വാഹനങ്ങൾക്കും ബുദ്ധിമുട്ടായതുമൂലം നവഭാരത് ക്ലബ്ബ് പ്രവർത്തകർ വന്ന് പരിസരം വൃത്തിയാക്കുകയായിരുന്നു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ഏങ്ങണ്ടിയൂർ യൂണിറ്റ് സമ്മേളനം സമാപിച്ചു. ഏങ്ങണ്ടിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സേവിയർ പുലിക്കോട്ടിൽ ഉദ്ഘാടനം ചെയ്തു. KSSPU ഏങ്ങണ്ടിയൂർ യൂണിറ്റ് പ്രസിഡന്റും ജില്ലാ കമ്മിറ്റി അംഗവുമായ TC റീത്ത അധ്യക്ഷയായി. തളിക്കുളം ബ്ലോക്ക് പ്രസിഡന്റ് പ്രൊഫസർ MV മധു മുഖ്യപ്രഭാഷണം നടത്തി. ഏങ്ങണ്ടിയൂർ ഗ്രാമപഞ്ചായത്ത് അംഗമായി തിരഞ്ഞെടുത്ത യൂണിയൻ അംഗം റോഷ്നി ജയനെ ചടങ്ങിൽ ആദരിച്ചു. യൂണിറ്റ് സെക്രട്ടറി KS അജിതകുമാർ, ട്രഷറർ MD ജോസ്, വൈസ് പ്രസിഡന്റ് സാബിനസ് വൈ പുറത്തൂർ, ബ്ലോക്ക് സെക്രട്ടറി BN ജയാനന്ദൻ, ട്രഷറർ TK ഹരിദാസ്, VK സുരേഷ് ബാബു, വത്സ അജിതകുമാർ, VG പ്രസന്നകുമാരി ടീച്ചർ, PK മുരളീധരൻ, AJ ബെന്നി, NR പ്രകാശൻ, KB ശൈലജ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് സ്നേഹവിരുന്നും കവിതാലാപനവും ഉണ്ടായിരുന്നു.
പഞ്ചായത്തിൻ്റെ പരിമിതികൾക്ക് ഉള്ളിൽ നിന്നുകൊണ്ട് എന്താണ് പെൻഷനേഴ്സിന് ചെയ്യാൻ കഴിയുക എന്ന് ഇന്നത്തെ പദ്ധതി രൂപത്തിൽ ഉൾപ്പെടെ ഡോക്ടർ ടീച്ചറോട് ഇരിക്കുന്നുണ്ട്. തീർച്ചയായും സാധ്യമായ മുഴുവൻ കാര്യങ്ങളും പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കും. വരും ദിവസങ്ങളിൽ നിങ്ങൾ ഏത് രീതിയിലുള്ള പ്രവർത്തനങ്ങളായിട്ട് മുന്നോട്ട് പോകുമ്പോഴും വ്യക്തിപരമായും ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് എന്ന നിലയിൽ നിങ്ങളുടെ കൂടെ ഉണ്ടാവുമെന്ന് ഈ അവസരത്തിൽ ഉറപ്പ് തരികയാണ്. ഔപചാരികതയുടെ പേരിൽ ഈ പരിപാടി ഉദ്ഘാടനം. തൃപ്രയാർ വെൽഫെയർ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഗാന്ധിജിയുടെ രക്തസാക്ഷി ദിനം ആചരിച്ചു. ഗാന്ധിജിയെ ഓർക്കാം, ജനാധിപത്യത്തെ സംരക്ഷിക്കാം എന്ന ആശയം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഗാന്ധിജിയുടെ രക്തസാക്ഷി ദിനം ആചരിച്ചത്. വെൽഫെയർ സൊസൈറ്റി ചെയർമാൻ ശിവൻ കണ്ണോളി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ തൈപ്പറമ്പത്ത്, NES കോളേജ് പ്രിൻസിപ്പൽ NC അനീജ, EV ശശിധരൻ മാസ്റ്റർ, ജയശ്രീ രാധാകൃഷ്ണൻ, MS അശോക് കുമാർ, CK പാറൻകുട്ടി, KK ലത, NP സന്ധ്യ, രാമു ചേർത്തേടത്ത് എന്നിവർ സംസാരിച്ചു. ഇന്ന് ജനാധിപത്യത്തിനോടുള്ള വെല്ലുവിളി നടന്നുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നാം എല്ലാവരും ജനാധിപത്യം ഈ രാജ്യത്ത് സംരക്ഷിക്കുന്നതിന് വേണ്ടി ഗാന്ധിജിയുടെ ഈ ദിനം നാം പ്രത്യേകം ആചരിക്കേണ്ടതുണ്ട്. വർഗീയതയും അതുപോലുള്ള ലഹരി മാഫിയകളും വർദ്ധിച്ചു വരുന്ന ഈ കാലഘട്ടം മഹാത്മജിയുടെ പോലുള്ള മഹാന്മാരെ സ്മരിച്ചുകൊണ്ട് ജനാധിപത്യം സംരക്ഷിക്കുവാനുള്ള പ്രതിജ്ഞയാണ് ഇന്നെടുക്കേണ്ടത്. വലപ്പാട് സെന്റ് സെബാസ്റ്റ്യൻസ് ദൈവാലയത്തിലെ വിശുദ്ധ സെബസ്ത്യാനോസ് സഹദായിയുടെ അമ്പ് തിരുനാളിനോടനുബന്ധിച്ച് ഇടവക വികാരി ഫാദർ ജെൻസ് തട്ടിലിന്റെ കാർമ്മികത്വത്തിലുള്ള വേസ്പര ശുശ്രൂഷയും തിരുസ്വരൂപങ്ങൾ എഴുന്നള്ളിപ്പും നടന്നു. ഫ്രാൻസിൽ നിർമ്മിച്ചപ്പെടുന്നത് എന്ന് കരുതപ്പെടുന്ന വിശുദ്ധ സെബസ്ത്യാനോസിന്റെ തിരുസ്വരൂപം AD 1498 പോർച്ചുഗീസുകാർ വഴി വലപ്പാട് എന്ന് ഇന്നറിയപ്പെടുന്ന നമ്മുടെ ഇടവകയിൽ ആകസ്മികമായി എത്തിച്ചേർന്നതെന്നാണ് വിശ്വാസം. വിശുദ്ധ സെബസ്ത്യാനോസിന്റെ ഈ തിരുസ്വരൂപമാണ് ഒരു ദശാബ്ദത്തിനു ശേഷം വലപ്പാട് ഇടവകയുടെ 525ാം ജൂബിലി സമാപന വേളയിലുള്ള ഈ വർഷത്തെ അമ്പ് തിരുനാളിന് മുന്നോടിയായ വേസ്പര ശുശ്രൂഷയ്ക്ക് ശേഷം എഴുന്നള്ളിച്ചത്. വികാരിയച്ചൻ തിരുസ്വരൂപങ്ങൾ കൈക്കാരന്മാരായ ജോൺസൺ ANP, ഡെൻസൺ ഫ്രാൻസിസ്, ജിജോ ജോസ് എന്നിവർക്ക് കൈമാറി. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്. ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത്
ബഫറോഫിയ. അയ്യോ, പരിഹാരമുണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് #1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തകൾ തുടരുന്നു. എടമുട്ടം ശ്രീ നാരായണ സുദർശന സമാജം ശ്രീ ഭദ്രാചല സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലെ തൈപ്പൂയ മഹോത്സവം കൊടിയേറ്റത്തിന് ശേഷം SNS സമാജം കിഴക്കേ ശാഖയുടെ സമാദരണ സദസ്സും നാടകവും ഉണ്ടായി. കിഴക്കേ ശാഖ പരിധിയിൽ നിന്നും ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്ക് പഠന മികവിന് മൊമെന്റോയും ക്യാഷ് പ്രൈസും നൽകി ആദരിച്ചു. കലോത്സവങ്ങളിൽ A ഗ്രേഡ് കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്കും ഉപഹാരം നൽകി. തുടർന്ന് ശാഖാ പരിധിയിൽ ഉൾപ്പെട്ട ടെക്നിക്കൽ വിദ്യാഭ്യാസ മേഖലയിൽ ബെസ്റ്റ് സ്റ്റുഡന്റായി തിരഞ്ഞെടുത്ത അദ്വൈത് ES, വാസ്തുവിദ്യാ പഠനത്തിൽ മികച്ച വിജയം നേടിയ സുമോദരണയെഴുത്ത്, സതേൺ റെയിൽവേ സ്റ്റാൻഡിംഗ് കൌൺസിലറായി നിയമിതനായ നോട്ടറി അഡ്വക്കേറ്റ് AS സന്തോഷ് കുമാർ എന്നിവരെ സമാജം ഭാരവാഹികളായ അതുല്യ ഘോഷ് വെട്ടിയാട്ടിൽ, രാജേഷ് വേളേക്കാട്ട്, ജിതൻ ചോലയിൽ എന്നിവർ ആദരിച്ചു. ശാഖയിലെ മികച്ച പ്രവർത്തനങ്ങൾക്ക് ശിവൻ വെളമ്പത്തിനെ പൊന്നാടയണിയിച്ച് ആദരിച്ചു. എടതിരുത്തി കല്ലിങ്കൽ മനോജ് ഭാര്യ രശ്മിയുടെ കൃഷ്ണാർപ്പണം എന്ന പുസ്തകം സമാജം പ്രസിഡന്റിന് ആദ്യപ്രതി നൽകി പ്രകാശനം ചെയ്തു. ശാഖാ പ്രസിഡന്റ് പ്രേമൻ ചെറിയാമ്പാടത്ത്, ശാഖാ സെക്രട്ടറി സുമേഷ് ശരണയെഴുത്ത്, ട്രഷറർ അഡ്വക്കേറ്റ് സന്തോഷ് കുമാർ, സമാജം ട്രഷറർ സുമോദരണയെഴുത്ത്, സമാജം ജോയിന്റ് സെക്രട്ടറി ജിജിൻ മച്ചിങ്ങൽ, സമാജം എക്സിക്യൂട്ടീവ് സുനിൽ കുമാർ അരയംപറമ്പിൽ, ശാഖാ രക്ഷാധികാരി പ്രദീപ് അരയംപറമ്പിൽ, ശാഖാ ഭാരവാഹികളായ സുരേന്ദ്രൻ, ദിനേശ്, ശിവൻ, മുരളീധരൻ, രാജേന്ദ്രബാബു, സച്ചിൻ, വികാസ്, സോമൻ, ധനീഷ്, സനി എന്നിവർ നേതൃത്വം നൽകിയിരിക്കും. തുടർന്ന് കിഴക്കേ ശാഖയ്ക്ക് വേണ്ടി ഗുരുവായൂർ ഗാന്ധാര മഗധ എന്ന നാടകം അവതരിപ്പിച്ചു. കഴിമ്പ്രം വാലിപ്പറമ്പിൽ ശ്രീ അന്നപൂർണ ക്ഷേത്രത്തിൽ മോഷണം. വെള്ളിയാഴ്ച രാത്രിയാണ് മോഷണം നടന്നത്. ക്ഷേത്രത്തിലെ 2 ഭണ്ഡാരങ്ങൾ കുത്തിത്തുറന്ന് പണം കവർന്നു. ചില്ലറ പൈസയൊഴികെ നോട്ടുകളെല്ലാം മോഷ്ടാക്കൾ കൊണ്ടുപോയി. ഊട്ടുപുരയുടെ വാതിലും പൊളിച്ചിട്ടുണ്ട്. ഒരാഴ്ച മുമ്പാണ് ക്ഷേത്രത്തിൽ ഉത്സവം നടന്നത്. വലപ്പാട് പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. തൃപ്രയാർ വാഴക്കുളം ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ തൈപ്പൂയ മഹോത്സവത്തോടനുബന്ധിച്ച് കലവറ നിറയ്ക്കൽ ചടങ്ങ് നടന്നു. TPR ഗോൾഡ് MD ഷൈൻ സുരേന്ദ്രനാഥ് ഉദ്ഘാടനം ചെയ്തു. കാനാടിക്കാവ് മഠാധിപതി വിഷ്ണു ഭാരതീയ സ്വാമികളുടെ വിഭവ സമർപ്പണം ക്ഷേത്രം ഭാരവാഹികൾ നിർവഹിച്ചു. തുടർന്ന് ഭക്തജനങ്ങൾ വിഭവങ്ങൾ സമർപ്പിച്ചു. ചടങ്ങുകൾക്ക് ക്ഷേത്രം മേൽശാന്തി TK സുധൻ ശാന്തി, ക്ഷേത്രം മുഖ്യ രക്ഷാധികാരി PK സുഭാഷ് ചന്ദ്രൻ മാസ്റ്റർ, ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് പ്രസാദ് വാഴക്കുളത്ത്, സെക്രട്ടറി AN സിദ്ധപ്രസാദ് മാസ്റ്റർ, ട്രഷറർ KK ശ്രീരാമൻ, അഭിമന്യു മയൂർ, EVN പ്രേംദാസ്, ഷാജി പുളിക്കൽ, രാമദാസ് ചുക്കൂട്ട്, മണികണ്ഠൻ ഒളവട്ടത്ത്, പ്രതാപൻ വെങ്ങാലി, പ്രേമ ശശിധരൻ, സുകുമാരി മോഹനൻ, ഗിരിജ പ്രസാദ്, തങ്കമണി ത്രിവിക്രമൻ, സജി ഷാജി, വിമല പ്രതാപൻ, അംബിക ടീച്ചർ വാഴക്കുളത്ത്, ലക്ഷ്മി തിലകൻ എന്നിവർ നേതൃത്വം നൽകി. തളിക്കുളം ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ ഉത്രംവിളക്ക് മഹോത്സവത്തോടനുബന്ധിച്ച് ത്രിവേണി സംസ്കൃതി സാംസ്കാരിക വേദി നടത്തുന്ന 11ാമത് കാവടി മഹോത്സവത്തിന് കൊടിയേറി. ബുധനാഴ്ച വൈകിട്ട് 7-ന് ത്രിവേണി സെന്ററിൽ പാനകപൂജ നടത്തും. കാവടി മഹോത്സവ ദിവസമായ വ്യാഴാഴ്ച രാവിലെ പീലിക്കാവടി, പൂക്കാവടി, ചെണ്ടുകാവടി, ബാൻഡ് സെറ്റ്, നാദസ്വരം എന്നിവയുടെ അകമ്പടിയോട് കൂടിയ കാവടി ഘോഷയാത്ര ക്ഷേത്ര സന്നിധിയിലേക്ക് പുറപ്പെടും. കമ്മിറ്റി ഭാരവാഹികളായ പ്രസിഡന്റ് ജിഷ്ണു, സെക്രട്ടറി ജിത്ത്, ട്രഷറർ ബ്രിജിത്ത്, രക്ഷാധികാരി സിനി എന്നിവരാണ് പരിപാടികൾക്ക് നേതൃത്വം നൽകുന്നത്. തളിക്കുളം ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ ഉത്രംവിളക്ക് മഹോത്സവത്തോടനുബന്ധിച്ച് സംസ്കൃതി സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിൽ 11ാമതും അതിവിപുലമായി കാവടി ആഘോഷം നടത്തപ്പെടുന്നതാണ്. ഇന്ന് അതിൻ്റെ കൊടിയേറ്റമാണ്. 5-ാം തീയതി പീലിക്കാവടി, പൂക്കാവടി, ചെണ്ടുകാവടി, നാദസ്വരം, ബാൻഡ് സെറ്റ് എന്നീ തുടങ്ങിയ വാദ്യ ഘോഷങ്ങളോടുകൂടിയ അതിഗംഭീരമായ ഘോഷയാത്രയാണ് ഇവിടെ നിന്ന് പുറപ്പെടുന്നത്. കാഞ്ഞാണി ഭാരതീയ വിദ്യാഭവൻ സ്കൂളിന്റെ 21ാം ആനുവൽ ഡേ രംഗധാര 2026 വർണ്ണാഭമായ പരിപാടികളോടെ വെള്ളിയാഴ്ച സായാഹ്നത്തിൽ ആഘോഷിച്ചു. പുല്ലാങ്കുഴൽ വാദകൻ രഘുനാഥൻ സാവിത്രി ഉദ്ഘാടനം നിർവഹിച്ചു. ഭാരതീയ വിദ്യാഭവൻ തൃപ്രയാർ കേന്ദ്ര ചെയർമാൻ സന്തോഷ് വാര്യർ അധ്യക്ഷത വഹിച്ചു. വിരമിക്കുന്ന ടീച്ചർമാരായ ഷീന, ജയശ്രീ, ബിന്ദു എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു.
ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിജി മോഹൻദാസ്, ഭാരതീയ വിദ്യാഭവൻ ഓണററി സെക്രട്ടറി അജയ് കുമാർ എന്നിവർ സംസാരിച്ചു. കാർ റേസിംഗ് രംഗത്ത് ഉയർന്നുവരുന്ന പ്രതിഭയായ പൂർവ്വ വിദ്യാർത്ഥി ശിവദേവ് വാസ്മിത്തിനെ ആദരിച്ചു. പ്രിൻസിപ്പൽ ലേഖ കെ സ്കൂളിന്റെ വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു. വൈസ് പ്രിൻസിപ്പൽ ശ്രീദേവി, അസോസിയേറ്റ് സെക്രട്ടറി രാജേഷ്, അക്കാദമിക് കോർഡിനേറ്റർ മണികണ്ഠൻ, PTA പ്രസിഡന്റ് ഗ്രീഷ്മ പ്രജിത്ത്, ഹെഡ് ബോയ് വിഘ്നേഷ് യു, ഹെഡ് ഗേൾ ആർദ്ര ശ്രീനിവാസ് എന്നിവർ പങ്കെടുത്തു. വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച വർണ്ണാഭമായ കലാപരിപാടികൾ അരങ്ങേറി. കടശാങ്കടവ് വെണ്ണയ്ക്കൽ രുദ്രമാല ഭഗവതി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിനം ആഘോഷിച്ചു. ശനിയാഴ്ച രാവിലെ ഗണപതി ഹോമം, തുടർന്ന് നവകം, പഞ്ചഗവ്യം, കലശാഭിഷേകം എന്നിവ നടത്തി. ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി ഉണ്ണികൃഷ്ണൻ ചെമ്പോലപ്പുറം മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഫെബ്രുവരി 20 മുതൽ തോറ്റംപാട്ട് മഹോത്സവം ആരംഭിക്കും. ഫെബ്രുവരി 25 പുലർച്ചെ നടത്തുന്ന ഗുരുതിയോടുകൂടി ചടങ്ങുകൾ അവസാനിക്കുമെന്ന് ക്ഷേത്രം ഭാരവാഹികൾ അറിയിച്ചു. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. മനം കവരും സ്വർണ്ണ വജ്രശോഭയിൽ മനോഹരമായ ഡിസൈനുകൾ, ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ്, 3 പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്സ്, തൃപ്രയാർ 3 പീടിക. ആദ്യമൊക്കെ ആളുകൾ എന്നെ കാണുമ്പോൾ ചോദിക്കുമായിരുന്നു, എന്താ നിന്റെ മുഖത്തൊരു ആത്മവിശ്വാസ കുറവെന്ന്. ഇപ്പൊ ചോദ്യം മാറി, എന്താ നിന്റെ മുഖത്തൊരു ഓവർ കോൺഫിഡൻസ് എന്നായി. സത്യത്തിൽ ഇത് ഓവർ കോൺഫിഡൻസ് അല്ല, കോൺഫിഡൻസ് ആണ്. ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ സ്പർശ ആയുർവേദിക് ബ്യൂട്ടി പാർലർ ആൻഡ് കോസ്മെറ്റോളജി ക്ലിനിക് നൽകുന്ന കോൺഫിഡൻസ്. മുഖക്കുരു, കറുത്ത പാടുകൾ, കരിമംഗല്യം, താരൻ, മുടികൊഴിച്ചിൽ, അരിമ്പാറ എന്നിവയ്ക്ക് പൂർണ്ണമായും ആയുർവേദ ഔഷധങ്ങൾ ഉപയോഗിച്ചുള്ള ആയുർവേദ കോസ്മെറ്റോളജി ചികിത്സ. സ്പാ, പെഡിക്യൂർ, മാനിക്യൂർ, ആയുർവേദ ഫേഷ്യൽ, ഹെയർ കട്ട്, കളറിംഗ് തുടങ്ങി എല്ലാവിധ സർവീസുകളും ലഭ്യമാണ്. ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാര, കിഴി തുടങ്ങി കേരളീയ ചികിത്സയ്ക്ക് പുറമെ പഞ്ചകർമ്മ ചികിത്സകളും ലഭ്യമാണ്. സ്പർശ ആയുർവേദ ക്ലിനിക് ആൻഡ് ആയുർവേദിക് ബ്യൂട്ടി പാർലർ, നിയർ സൗത്ത് പെട്രോൾ പമ്പ്, തൃപ്രയാർ. വാർത്തകൾ തുടരുന്നു. ചന്ദ്രാപിന്നി SN വിദ്യാഭവനിൽ റോബോട്ടിക് പ്രദർശനം നടത്തി. ട്രസ്റ്റ് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ തഷ്ണാത്ത് പ്രദർശനം ഉദ്ഘാടനം ചെയ്തു. SN വിദ്യാഭവൻ പ്രിൻസിപ്പൽ യാമിനി ദിലീപ് ആമുഖ പ്രസംഗം നടത്തി. അക്കഡവോ റിസർച്ച് ലാബ് CEO ദീപക് വരും കാലങ്ങളിലെ AI-യുടെ പ്രാധാന്യത്തെക്കുറിച്ച് വിവരിച്ചു. പ്രദർശനത്തിൽ AI കാർ, ഡ്രോൺ, റോബോട്ട് തുടങ്ങിയവ കാണികളെ അത്ഭുതപ്പെടുത്തി. രക്ഷകർത്താക്കൾക്കും പ്രദർശനം കാണാൻ അവസരമുണ്ടായിരുന്നു. സ്കൂളിലെ ഇന്നൊവേഷൻ ലാബ് അധ്യാപകരായ അഞ്ജലി S, അഭിരാം ഹരി എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രദർശനം നടന്നത്. ഞാൻ ഡിഗ്രിക്ക് പോകണോ, ഞാൻ ഡോക്ടറിന് പോകണോ, ഞാൻ എഞ്ചിനീയറിംഗ് പോകണോ അല്ലേ? അപ്പോൾ നിങ്ങൾ ഇതൊന്നും ചെയ്ത് നോക്കിയിട്ടില്ല. അപ്പോൾ ഈ ഇഷ്ടക്കേട്, നമുക്ക് ഇഷ്ടമില്ലാത്തതിലോട്ടാണ് നിങ്ങൾ പോണെങ്കിൽ എന്ത് ചെയ്യും? പ്രശ്നമാകത്തില്ലേ? അപ്പോൾ അതൊരു മാറ്റം കൊണ്ടുവരാനാണ് ഞങ്ങൾ ഈ ഒരു ലാബിലൂടെ ശ്രമിക്കുന്നത്.
അപ്പോൾ സാറ് പറഞ്ഞ പോലെ വി ആർ നോട്ട് ഫോക്കസിങ് ഓൺ AI മാത്രമല്ല. നമ്മൾ ഒരു സ്കൂൾ എടുക്കുകയാണെങ്കിൽ ഇനി അങ്ങോട്ട് ബൂം ചെയ്യുന്ന ഒരു 10-15 ടെക്നോളജീസ് ഉണ്ട്. അതിൽ ഹാർഡ്വെയർ ടെക്നോളജി ഉണ്ട്, സോഫ്റ്റ്വെയർ ടെക്നോളജി ഉണ്ട്, അതേപോലെ ഡിസൈനിങ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് റോബോട്ടിക്സ് ഒരു വലിയ ടെക്നോളജിയാണ്. അതേപോലെ ഈ ഡ്രോൺ മേക്കിംഗ് ഭയങ്കര ജോലി സാധ്യത. നിങ്ങൾ പഠിച്ചിറങ്ങുമ്പോൾ ഡ്രോൺസ് ഇഷ്ടംപോലെ സ്ഥലത്ത് നമ്മുടെ വീടിൻ്റെ ഡെലിവറി വരെ ഡ്രോൺസിലായിരുന്നു. അതേപോലെ വേറെ ഫീൽഡാണ് 3D പ്രിന്റിങ്. നിങ്ങൾ പ്രിന്റേഴ്സ് കണ്ടിട്ടില്ലേ? നമുക്കിപ്പോൾ എന്ത് കാര്യങ്ങൾ ഡിസൈൻ ചെയ്തിട്ട് നമുക്കത് പ്രിന്റ് ചെയ്തെടുക്കാൻ പറ്റും. ഈവൻ അമേരിക്കയിൽ നമ്മുടെ ഇപ്പോൾ ഹേർട്ടും നമ്മുടെ കിഡ്നീസ് വരെ 3D പ്രിന്റർ പ്രിന്റ് ചെയ്തെടുത്തു. അപ്പോൾ കുറച്ച് നാൾ കഴിയുമ്പോൾ ഓർഗൻ ഡൊണേഷൻ ഇല്ലാതാവും. ഇപ്പോൾ നമ്മുടെ ചെന്നൈയിൽ ഒരു വീട് കെട്ടിയത് ഫുള്ള് 3D പ്രിന്റ് വഴിയാണ്. ഓക്കെ, അപ്പോൾ 3D പ്രിന്റിംഗ് ടെക്നോളജി ഭയങ്കരമായിട്ട് ഇതിന് ബൂം ആവുന്ന ടെക്നോളജിയാണ്. അതേപോലെ കോഡിംഗ് സാർ പറഞ്ഞത് AI. ഇനി റോബോട്ടിക്സിലായാലും എല്ലാ കാര്യങ്ങളും സ്കൂളിലും കുറേ കാര്യങ്ങൾ നമുക്ക് AI വെച്ച് സോൾവ് ചെയ്യാൻ പറ്റും. അന്തിക്കാട് ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെട്ട വനിതകൾക്കായുള്ള യോഗ പരിശീലന പ്രൊജക്ടിന്റെ സമാപന ആഘോഷ പരിപാടികൾ അന്തിക്കാട് KRCM ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിൽ നടന്നു. അന്തിക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CK കൃഷ്ണകുമാർ ഉദ്ഘാടനം ചെയ്തു. അന്തിക്കാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സംഗീത ഷിബു അധ്യക്ഷയായി. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശാന്ത സോളമൻ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷാജി പുലിയേടത്ത്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷൈനി ടീച്ചർ, അന്തിക്കാട് ആയുർവേദ ആശുപത്രിയിലെ ഡോക്ടർ ലിജ ജേക്കബ് M, മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പ്രമോദ് PC, പഞ്ചായത്ത് മെമ്പർമാർ, യോഗ പരിശീലകർ തുടങ്ങിയവർ പങ്കെടുത്തു. യോഗാധ്യാപകരെ ആദരിക്കൽ, ആരോഗ്യകരമായ ഭക്ഷണങ്ങളുടെ പ്രദർശനം എന്നിവയുണ്ടായി. മതി, കൃതി, നിഷ്ഠ, സുഖം എന്നുള്ള ഘട്ടങ്ങളിൽ കൂടിയാണ് വിദ്യ കടന്നത്. അപ്പോൾ ഒരാൾക്ക് അതിലെ സുഖം എന്നുള്ളത് മാത്രം മതി. ഈ സുഖം എന്ന അവസ്ഥയിലേക്ക് എത്തണമെങ്കിൽ കൃതിയും നിഷ്ഠയും പാലിക്കണം എന്നുള്ളത് വേറെ വശം. നമ്മൾ എളുപ്പത്തിൽ എങ്ങനെ അവിടെ എത്താം എന്ന് ചിന്തിക്കുന്നവരാണ്. ഇവിടെ വന്ന സമയത്ത് ഞങ്ങളുടെ ഒരു മെമ്പർ ബിജു അണ്ടകത്ത് പറഞ്ഞു, ഇതിന് പോയിട്ടൊന്നും കാര്യമില്ല, ഒരാളുടെയും വയറ് കുറയണില്ല. അപ്പോ വയറ് കുറയ്ക്കുന്ന ഒരു പരിപാടിയല്ല യോഗ. പിന്നെ വയറെങ്ങനെ കുറയാന്ന് ചിന്തിച്ചപ്പോൾ ഈ സൈഡിൽ നിരത്തി വെച്ചിരിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങളാണെന്ന് മനസ്സിലായി. അതൊട്ടും കുറയാനും സാധ്യതയില്ല എന്ന്. കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് ഭിന്നശേഷി കലോത്സവം ശലഭോത്സവം സംഘടിപ്പിച്ചു. പ്രിയദർശിനി കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന ചടങ്ങിൽ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അൻസമോൾ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് അംഗം ലുബ്ന ജിനൂബ് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഫാത്തിമ അനസ് മുഖ്യാതിഥിയായി. പഞ്ചായത്ത് അംഗങ്ങളായ PC മനോജ്, ഷാഹിർ പുഴുംപറമ്പിൽ, ICDS ഓഫീസർ KR വൈദേഹി തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു. ചന്ദ്രാപിനി ഹയർ സെക്കൻഡറി സ്കൂളിൽ മെറിറ്റ് ഡേയും വാർഷികാഘോഷവും നടത്തി. എടത്തുരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബൈന പ്രദീപ് ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് AV പ്രദീപ് ലാൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം അമൽ T പ്രേമൻ, സ്കൂൾ മാനേജർ ഡോക്ടർ KC പ്രകാശൻ, മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീദേവി ദിനേശ് എന്നിവർ മുഖ്യാതിഥികളായി. നാട്ടിക ഫർക്ക റൂറൽ ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് VK ജ്യോതിപ്രകാശ് ഉപഹാര സമർപ്പണം നടത്തി. പ്രധാനാധ്യാപകൻ KS കിരൺ, പഞ്ചായത്ത് അംഗം VV സുവീഷ്, എയ്ഡഡ് പ്രിൻസിപ്പൽ PK ശ്രീജിഷ്, അൺഎയ്ഡഡ് വിഭാഗം പ്രിൻസിപ്പൽ VB സജിത്, LP വിഭാഗം പ്രധാനാധ്യാപിക VV അമ്പിളി, MPTA പ്രസിഡന്റ് ഭാഗ്യലക്ഷ്മി ലിഷിൻ, ഡെപ്യൂട്ടി HM KS ബിന്ദു, SRG കൺവീനർ ബിജു മോഹൻ ബാബു, സ്റ്റാഫ് സെക്രട്ടറി S പ്രമോദ് എന്നിവർ സംസാരിച്ചു. ഫലമായിട്ട് തന്നെയാണ് നമുക്കിതെല്ലാം ലഭിക്കുന്നത്. ഏറ്റവും വളരെ സന്തോഷത്തോടുകൂടി, നമുക്ക് അഭിമാനത്തോടുകൂടി നമുക്ക് പറയാൻ പറ്റാവുന്ന ഒരു കാര്യമാണ്, നമ്മൾക്ക് നമ്മുടെ വിദ്യാലയത്തിലേക്ക് സ്വർണ്ണക്കപ്പ് കൊണ്ടുവരാനായിട്ട് സാധിച്ചിരുന്നു. അതിന് മുൻകൈയെടുത്ത നമ്മുടെ ജ്യോതിച്ചേട്ടൻ്റെ പ്രത്യേകം എടത്തുരുത്തി ഗ്രാമപഞ്ചായത്തിൻ്റെ പേരിൽ പ്രത്യേകം നന്ദി അർപ്പിക്കുകയാണ്. കാരണം എന്നോട് പലരും വിളിച്ചു ചോദിച്ചു. SNDP യോഗം ആലപ്പാട് ശാഖ വാർഷിക പൊതുയോഗം SNB സമാജം ആസ്ഥാന മന്ദിരത്തിൽ ചേർന്നു. പെരിങ്ങോട്ടുകര യൂണിയൻ സെക്രട്ടറി അഡ്വക്കേറ്റ് KC സതീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ശാഖാ പ്രസിഡന്റ് സുധീഷ് നെല്ലിപ്പറമ്പിൽ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ മുതിർന്ന അംഗങ്ങളെ ആദരിച്ചു. ശാഖാ സെക്രട്ടറി പുരുഷോത്തമൻ ചെമ്പകശ്ശേരി, വൈസ് പ്രസിഡന്റ് സുഭാഷ് കോരപ്പള്ളി എന്നിവർ സംസാരിച്ചു. നമ്മൾക്ക് ചതയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിശദമായ സർക്കുലർ ശാഖാ സെക്രട്ടറിക്ക് അയച്ചു കൊടുക്കുന്നു. ആ സർക്കുലറിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്
ഏറ്റവും കൂടുതൽ ആളുകളെ പങ്കെടുപ്പിക്കുന്ന ശാഖ, ഏറ്റവും കൂടുതൽ ആളുകളെ പങ്കെടുപ്പിക്കുന്ന വനിതാ സംഘ യൂണിറ്റ്, ഏറ്റവും കൂടുതൽ ആളുകളെ പങ്കെടുപ്പിക്കുന്ന യൂത്ത് മൂവ്മെൻറ്റ് യൂണിറ്റ്, അങ്ങനെ കൃത്യമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അതിനൊക്കെ 1, 2, 3 സ്ഥാനങ്ങളാണ് കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ യാതൊരു രീതിയിലുള്ള യൂണിയൻ ഈ ഭാഗ കാര്യങ്ങളിൽ യാതൊരു രീതിയിലും ഇടപെടാറില്ല. അതിന് വേണ്ടിയിട്ട് സമ്മാനം നിർണ്ണയിക്കുന്നതിന് വേണ്ടി ഒരു കമ്മിറ്റിയെ വെച്ചിട്ടുണ്ട്. അത് നമ്മുടെ ശാഖാ പ്രസിഡന്റ് സെക്രട്ടറിമാരുടെ യോഗം വിളിച്ച് കൂട്ടിയിട്ട് അവരാണ് തീരുമാനിക്കുന്നത് ആര് വേണം ഈ സമ്മാനത സ്ഥാന നിർണ്ണയം നടത്തേണ്ടത്, ആര് വേണമെന്ന് തീരുമാനിക്കുന്നത് അവരാണ്. 5 പേരുടെ കമ്മിറ്റിയാണ് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായത്. നമ്മുടെ നേതൃത്വം കൊടുത്തിരുന്നത് കുറുമ്പിലാവ് ശാഖയുടെ പ്രസിഡന്റ്. മുസ്ലിം ലീഗ് നേതാവും വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റുമായ KM അബ്ദുള്ള നിര്യാതനായി. 74 വയസ്സായിരുന്നു. ഭാര്യ ആരിഫ, നിസാർ, നാസിയ, നൌഫൽ എന്നിവർ മക്കളാണ്. ജിൻഷ മരുമകൾ. STU പ്രവർത്തകനായി ബീഡി തൊഴിലാളി സമരത്തിൽ സജീവമായ അബ്ദുള്ള 1988 ശേഷം 22 കൊല്ലം വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് അംഗമായും അതിൽ തന്നെ 7 കൊല്ലം വൈസ് പ്രസിഡന്റായും പ്രവർത്തിച്ചു. മുസ്ലിം ലീഗ് പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി, പ്രസിഡന്റ്, നാട്ടിക നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി, ദീർഘകാലം ജില്ലാ പ്രവർത്തക സമിതി അംഗം എന്നീ ചുമതലകൾ വഹിച്ചിട്ടുണ്ട്. ചവക്കാട് താലൂക്ക് സിവിൽ സപ്ലൈസ് അഡ്വൈസറി ബോർഡ് മെമ്പർ, താലൂക്ക് ലാൻഡ് ട്രിബ്യൂണൽ അഡ്വൈസറി ബോർഡ് മെമ്പർ പദവികളും വഹിച്ചിട്ടുണ്ട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഓൺലൈൻ ഓഹരി വ്യാപാരത്തിന്റെ മറവിൽ 78 ലക്ഷം തട്ടിയ കേസിൽ തൃപ്രയാർ സ്വദേശിയുൾപ്പെടെ 3 പേർ അറസ്റ്റിൽ. എടമുട്ടം SNS സമാജം ശ്രീ ഭദ്രാചല സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലെ തൈപ്പൂയ മഹോത്സവത്തിന് കൊടിയേറി. കഴിമ്പ്രം വാലിപ്പറമ്പിൽ ശ്രീ അന്നപൂർണ ക്ഷേത്രത്തിൽ മോഷണം. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.